ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തിയുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ നവഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് ജാതകന്റെ ശുഭാശുഭങ്ങൾ എങ്ങനെ അറിയാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വ്യാഴം ലഗ്നഭാവം മുതൽ 12ാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജാതക ഫലങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു. ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എല്ലാവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വ്യാഴം ഗ്രഹങ്ങളുടെ ഗുരുവും പ്രകാശത്തിലും ശുദ്ധിയിലും വളരെ മുമ്പിലുമാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനായി നിന്നാൽ മറ്റ് ഗ്രഹങ്ങൾക്ക് എത്ര തന്നെ പാപത്വം അഥവാ ദോഷം ഉണ്ടായിരുന്നാൽ പോലും ജാതകന് അശുഭ ഫലങ്ങളും കഷ്ടതകൾ നിറഞ്ഞ ജീവിതമോ അനുഭവം ആകുകയില്ല. ലഗ്നത്തിലോ കേന്ദ്ര ഭാവങ്ങളിലോ ത്രികോണ ഭാവങ്ങളിലോ അഥവാ ലഗ്നം തുടങ്ങി 4, 7, 10 എന്നീ കേന്ദ്രഭാവങ്ങളിലോ 5, 9 എന്നീ ത്രികോണ ഭാവങ്ങളിലോ വ്യാഴം ബലവാനായി നിന്നാൽ ജാതകൻ ജീവിതകാലം മുഴുവൻ ഐശ്വര്യവാനായി ജീവിക്കുന്നതാണ്. വ്യാഴം മേൽപ്പറഞ്ഞ ലഗ്നത്തിലോ കേന്ദ്രഭാവങ്ങളിലോ നിന്നാൽ ആ ജാതകന് ദീർഘായുസ്സുണ്ടാകുന്നതാണ്. വ്യാഴം ലഗ്നാധിപനായി കേന്ദ്രഭാവങ്ങളിൽ നിന്നാൽ ജാതകൻ ധാരാളം ധനവും കീർത്തിയും ദീർഘായുസ്സും ഉള്ളവനായിരിക്കും. ആദ്യമായിട്ട് ലഗ്നഭാവത്തിൽ വ്യാഴം നിന്നാൽ ജാതകൻ ദീർഘായുസ്സുള്ളവനും ഉയർന്ന വിദ്യയും എല്ലാ കാര്യത്തിലും സാമർഥ്യവും ഈശ്വരഭക്തനും സാത്വികനും ഐശ്വര്യമുള്ളവനും പണം ചിലവാക്കുന്ന കാര്യത്തിൽ പിടുത്തമുള്ളവനും മറ്റുള്ളവരുടെ കാര്യത്തിൽ അശ്രദ്ധയുള്ളവനും നല്ല ഭാര്യയും പുത്രന്മാരും സമ്പത്തുകളും ഉള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും ആയിരിക്കും. ലഗ്നം വ്യാഴത്തിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകമോ ബന്ധുക്ഷേത്രങ്ങളോ ആയി വരികയും അവിടെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഉണ്ടായാൽ ജാതകൻ നല്ല ആരോഗ്യമുള്ളവനും സുന്ദരനും കീർത്തിമാനും യോഗശാലിയും വളരെ ശ്രേഷ്ഠയായ ഭാര്യ ഉള്ളവനും ആയിരിക്കും. അടുത്തത് 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനം, സൽകീർത്തി, വിദ്യ ഇവകൾ ഉള്ളവനും സുഖമായി ഭക്ഷണം കഴിക്കാൻ യോഗമുള്ളവനും നല്ല മുഖകാന്തിയും ശരീരശോഭയും വിദ്യ കൊണ്ട് സ്വായത്തമായ ധനവും സന്തോഷവും ഉള്ളവനും സരസമായി സംസാരിക്കുന്നവനും നല്ല ബലവാനായ വ്യാഴമാണ് 2ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ദണ്ഡന അധികാരമുള്ള ന്യായാധിപനാകാനും സാധ്യതയുണ്ട്. അടുത്തത് 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ എപ്പോഴും ഒരു നിസ്സഹായതാ ബോധം അലട്ടുന്നവനും ധനാഗമത്തിൽ എപ്പോഴും പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടുന്നവനും തലവരെ ചെന്ന് കുല തൊടാതെ ഇറങ്ങുന്നവനും ഭാഗ്യം കെട്ട സ്വഭാവക്കാരനും വയറ്റിൽ അസുഖമുള്ളവനും സ്ത്രീജിതനും നല്ല കൈപ്പടക്കാരനും ആയിരിക്കും. 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ജാതകന്റെ അഭിവൃദ്ധിയെ തല്ലിക്കെടുത്തി കളയും എന്നതാണ്. ജാതകന് സഹോദര സ്നേഹം തീരെ ഉണ്ടായിരിക്കുകയില്ല. 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ നല്ല ബന്ധുഗുണവും ധനസമ്പത്തും മാതൃസൗഖ്യവും ഗുണവതിയായ ഭാര്യയും വാഹനഭാഗ്യവും ഉദ്യോഗവും ഉള്ളവനും നല്ല ഗ്രഹോപകരണങ്ങൾ ഉണ്ടായിരിക്കുന്നവനും വിദ്യാസമ്പന്നനും ആയിരിക്കും. 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ മനസ്സിനെ മയക്കുന്ന ക്ഷുദ്ര സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുകയും മാന്ത്രികനോ അല്ലെങ്കിൽ മന്ത്രിയോ ആയിരിക്കും. സുഖവും ധനവും നല്ല പുത്രന്മാരും ഉള്ളവനും ബുദ്ധിമാനും മക്കളെ കൊണ്ട് മനോവേദന അനുഭവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ രോഗിയായ അമ്മയോടുകൂടി ജീവിക്കുന്നവനും താൻ തന്നെ ശരീരബലം ഇല്ലാത്തവനും രോഗിയും ആയിരിക്കുന്നവനും ശത്രുക്കൾ ഇല്ലാത്തവനും
ഭാര്യാസുഖം ലഭിക്കാത്തവനും ആഭിചാര പ്രവൃത്തികൾ ചെയ്യുന്നവനും ആയിരിക്കും. ഈ ജാതകൻ നല്ല പരാക്രമിയും എല്ലാ കാര്യത്തിലും വിജയം വരിക്കുന്നവനും കഷ്ടതകൾ പൊതുവെ കുറഞ്ഞിരിക്കുന്നവനും കടമില്ലാത്തവനും ഒരു അലസ മനോഭാവം വെച്ച് പുലർത്തുന്നവനും ആയിരിക്കും. അടുത്തത് 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ വലിയ ബുദ്ധിമാനും വിദ്വാനും ആയിരിക്കും. നല്ലവണ്ണം സംസാരിക്കുന്നവനും സൗന്ദര്യമുള്ളവനും പിതാവിനേക്കാൾ ഉയർന്ന പദവിയുള്ളവനും നല്ല ഭാര്യയും പുത്രന്മാരും ഭാഗ്യവും ഉണ്ടായിരിക്കുന്നവനും ആണ്. എന്നാൽ ഭാര്യയ്ക്ക് ചില അവസരങ്ങളിൽ പ്രീതി കുറഞ്ഞിരിക്കുകയോ ഭാര്യാസുഖം കുറയുകയോ ചെയ്യുന്നതാണ്. ജാതകൻ വിദേശങ്ങളിൽ സഞ്ചരിക്കുന്നവനും ഭാര്യയെ വെടിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നവനും വിരഹദുഃഖം അനുഭവിക്കുന്നവനും ആയിരിക്കും. എന്നാലും ഉത്കൃഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ആയിരിക്കും. ജനിച്ച വീട് ഉപേക്ഷിക്കുകയും ഭാര്യയ്ക്ക് വേണ്ടി പുതിയ വീട് നിർമ്മിക്കുകയും ചെയ്യും. ഭാര്യ പതിവ്രതയും സുന്ദരിയും ആയിരിക്കുന്നതാണ്. ഈ ജാതകൻ ഉയർന്ന ശമ്പളമുള്ള ജോലി കിട്ടുന്നവനും ധനവാനും പ്രതാപശാലിയും സുഖ സൗഭാഗ്യങ്ങൾ ഉള്ളവനും ദീർഘായുസുള്ളവനും ആയിരിക്കും. അടുത്തത് 8-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ എല്ലാവർക്കും വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ളവനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനും ആ നിലയ്ക്ക് മറ്റുള്ളവരുടെ സഹായത്താൽ സ്വന്തം വീടുണ്ടാക്കി താമസിക്കുന്നവനും ഉറച്ച ബുദ്ധിയുള്ളവനും കുലീനമായ ഒരു കുടുംബത്തിൽ ജനിച്ചവനും ദീർഘായുസുള്ളവനും എന്നും അല്ല മധ്യായുസാണ് ഉള്ളതെന്നും ആചാര്യന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതുമാണ്. ഈ ജാതകന് തപാൽ വകുപ്പിൽ ജോലി ലഭിക്കാൻ അർഹതയുള്ളവനും ആയിരിക്കും. ഈ ജാതകൻ്റെ സന്താനങ്ങൾക്ക് വലിയ നിലയിലുള്ള ഉയർച്ച ഉണ്ടാകുകയില്ല. അടുത്തത് 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ പിതൃഭക്തനും ധർമ്മവും സദാചാരവും കീർത്തിയും ഉള്ളവനും പുത്രന്മാർ ഉയർന്ന നിലയിൽ എത്തുകയും വളരെ ധനവും ഒരിക്കലും അവസാനിക്കാത്ത ഭാഗ്യവും ഉയർന്ന ഉദ്യോഗ പദവിയിലോ മറ്റു വിധത്തിൽ ഉന്നത തലത്തിലോ ജീവിക്കാൻ യോഗമുള്ളവനും എന്നാൽ ബാല്യത്തിൽ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്നവനും ആയിരിക്കും. 9-ാമിടത്ത് വ്യാഴം നിൽക്കുമ്പോൾ സ്ത്രീ ജനനമുണ്ടായാൽ ദീർഘ മംഗല്യയോഗമുള്ളവളും ഏറ്റവും യോഗ്യനായ ഒരു പുത്രനുള്ളവളും യോഗ്യനായ ഭർത്താവുള്ളവളും അവൾ പതിവ്രതയും ആയിരിക്കും. 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിച്ചവൻ എല്ലാ നാടുകളിലും അനശ്വരമായ കീർത്തിയുള്ളവനും പ്രഭുവായും ജനസമ്മതനായും വിദ്വാനായും സർവവിദ്യകളും ഉത്സാഹത്തോടെ പഠിച്ചവനും ധാരാളം ധനം ലഭിക്കുന്നവനും സ്വന്തമായി ആർജിച്ചെടുത്ത സമ്പത്തോട് കൂടിയും പല വീടുകൾ നിർമ്മിക്കുന്നവരും നല്ല പുത്രന്മാർ ഉള്ളവരും എന്നാൽ പുത്രന്മാരെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ലഭിക്കാത്തവരും ദീർഘായുസിന് ഉടമയും സ്നേഹിതന്മാരടക്കം അസൂയക്കാർ ധാരാളം ഉള്ളവരും സർക്കാർ ജോലിയിലോ മറ്റ് ഉന്നത സ്ഥാനങ്ങളിലോ വളരെ നല്ല നിലയിൽ കീർത്തിയോടുകൂടി ജീവിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 11-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജനിച്ചവൻ നല്ല ഉറച്ച ബുദ്ധിക്ക് ഉടമയും വളരെ ദീർഘായുസുള്ളവനും ജ്യേഷ്ഠ സഹോദരന് നാശത്തെ ചെയ്യുന്നവനും പുത്രന്മാർ കുറഞ്ഞിരിക്കുകയും ഉള്ള പുത്രന്മാർ യോഗ്യന്മാരായിരിക്കുകയും പല പ്രകാരത്തിൽ ധനലാഭവും കീർത്തിയും ലഭിക്കുന്നവരും വലിയ വിദ്വാനും നല്ല അറിവുള്ളവനും ആയിരിക്കും. വളരെ സമ്പത്തും കൃഷിഭൂമിയും ഉള്ളവനും ധനം സമ്പാദിക്കുന്നവനും ആയിരിക്കും. എന്നാലും സ്വന്തം ജീവിത സുഖം തീരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും. അതിന് കാരണം എല്ലാത്തിലും വലിയ ലുബ്ധനായിരിക്കും എന്നതാണ്. എന്നാലും ഔദാര്യവും കുലമുഖ്യതയും അന്തസ്സും കൈവെടിയുക ഇല്ല. 11-ൽ വ്യാഴം നല്ല പണമുണ്ടാക്കുമെങ്കിലും വലിയ ലുബ്ധനും ആയിരിക്കുന്നതാണ്. അടുത്തത് 12-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകൻ നല്ല കാര്യങ്ങൾക്കായി ധനം ദൂർത്തടിച്ച് ചിലവാക്കുകയും അത് നിമിത്തം കീർത്തി നേടുകയും ചെയ്യുന്നതാണ്. വസ്തു വാങ്ങാനും കെട്ടിടം വയ്ക്കാനും ധനം ധാരാളം ചെലവ് ചെയ്യും.
എന്നാൽ ജീവിതസുഖം തീരെ കുറഞ്ഞിരിക്കും. പുത്രന്മാരെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കുകയില്ല. അന്യൻ്റെ സഹായം എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കും. അന്യന്മാരെ ചതിക്കാനുള്ള വഴികൾ സദാ ആലോചിച്ചുകൊണ്ടുമിരിക്കും. എന്തെങ്കിലും രോഗമോ വൈകല്യമോ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്വാർത്ഥനും ലുബ്ധനുമായിരിക്കും. മിത്രങ്ങളെ വെടിയുന്നവനും അവരെ ദ്രോഹിക്കുന്നവനും ആയിരിക്കും. എന്നാൽ സ്ത്രീ ജാതകത്തിൽ 12-ൽ വ്യാഴം നിന്നാൽ ഏറ്റവും നല്ലതാണ്. അവൾക്ക് ഭർത്തൃഭാഗ്യവും പുത്രഭാഗ്യവും സൗഖ്യവും ഉണ്ടാകും. വ്യാഴം ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.